നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ആംബുലൻസ് കിട്ടാൻ വൈകിയതിനെ തുടർന്ന് ആദിവാസി യുവാവ് മുളങ്കുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ച സംഭവം വിശദമായ അന്വേഷണം ആരംഭിച്ച് തൃശൂർ റെയിൽവേ പോലീസ്. റെയിൽവേക്കെതിരെ ഗുരുതര ആരോപണവുമായി മരണപ്പെട്ട ശ്രീജിത്തിന്റെ കുടുംബം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന പാലക്കാട് ജില്ല ക്ഷീരവികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ N. ബിന്ദു. ജില്ലയിൽ പ്രതിദിനം 15,46,940 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ. പാലക്കാട് ജില്ലാ ക്ഷീരകർഷക സംഗമം ഒക്ടോബർ 9, 10 തീയതികളിൽ തേങ്കുറിശ്ശിയിൽ നടക്കും. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴാണ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന കാര്യം ജനങ്ങൾ ഓർക്കുന്നതെന്ന് KPCC വക്താവ് റിജിൽ മാക്കുറ്റി. മന്ത്രിമാർ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നിലവിൽ മന്ത്രിമാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നെന്നും പരിഹാസം. പാലക്കാട് DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷായാത്ര തുടരുന്നു. മുള്ളൂർക്കരയിൽ പണം വെച്ച് ചീട്ട് കളിച്ച സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. സംഘത്തിന്റെ പക്കൽ നിന്നും 2,15,000 രൂപയും പിടിച്ചെടുത്തു. പോലീസ് പരിശോധന സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. മങ്കര പഞ്ചായത്തിലെ കല്ലൂർ തേനൂർ കോങ്ങാട് കനാൽ റോഡിന്റെ തകർച്ചയ്ക്കെതിരെ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. നവീകരണത്തിനായി നീക്കിവച്ച ഫണ്ട് മറ്റൊരു റോഡ് നിർമ്മാണത്തിലേക്ക് വകമാറ്റി പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും ആരോപണം. പാതയുടെ തകർച്ചയ്ക്ക് പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് BJPയുടെ മുന്നറിയിപ്പ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആംബുലൻസ് കിട്ടാൻ വൈകിയതിനെ തുടർന്ന് ആദിവാസി യുവാവ് മുളങ്കുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ച് തൃശൂർ റെയിൽവേ പോലീസ്. ഇതിനിടെ റെയിൽവേക്കെതിരെ മരണപ്പെട്ട യുവാവിൻ്റെ കുടുംബം രംഗത്തെത്തി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് സഹോദരൻ ശ്രീജേഷ് ആവശ്യപ്പെട്ടു. അതേസമയം സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഉദ്യോഗസ്ഥർ വീഴ്ച വെളിവാക്കുന്ന ദൃശ്യങ്ങൾ, സഹയാത്രികരുടേതടക്കമുള്ള സാക്ഷിമൊഴികൾ, എന്നിട്ടും റെയിൽവേ ജീവനക്കാരെ സംരക്ഷിക്കുന്നതാണ് ഔദ്യോഗിക വിശദീകരണം. ഉദ്യോഗസ്ഥർക്ക് ഒരു തെറ്റു പറ്റിയിട്ടില്ലെന്നും മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിലേക്കുള്ള വഴിയുടെ പരിമിതിയാണ് ആംബുലൻസ് എത്താൻ വൈകിയതെന്നുമാണ് റെയിൽവേയുടെ വാദം. എന്നാൽ 10 മിനിറ്റ് മാത്രം ദൂരമുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അരമണിക്കൂറിന് ശേഷം ആംബുലൻസ് എത്തിച്ചത് ഉദ്യോഗസ്ഥ വീഴ്ചയെന്ന് ആവർത്തിക്കുന്നു കുടുംബം. ആ അരമണിക്കൂർ അവിടെ മുളങ്കുന്നത്തുകാവ് അവിടെ നിന്ന് അരമണിക്കൂർ നിന്നപ്പോഴേക്കും ആംബുലൻസ് എത്തി രക്ഷപ്പെട്ടായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് തന്നെ മരിച്ചിട്ടുണ്ട്. അതെ, അതായത് ഈ അരമണിക്കൂർ സമയം കളഞ്ഞതിലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതെ അതെ, അരമണിക്കൂർ സമയം കളഞ്ഞതിലാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. ഈ മുളങ്കുന്നത്തുകാവിലെ സ്റ്റേഷൻ മാസ്റ്റർ ആൾക്കൊരു നല്ല രീതിയിൽ ഇടപെട്ടിങ്ങ് അവിടെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഇൻഫോമും കാരണം കിട്ടിയിട്ടുണ്ടാവും. എല്ലാ സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അവർക്ക് അവിടെ അറേഞ്ച് ചെയ്യായിരുന്നു. ആദിവാസി യുവാവായ ശ്രീജിത്തിനെ നീതി ആവശ്യപ്പെട്ട് നിയമപോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബവും നാട്ടുകാരും. അവരറിഞ്ഞ TTR ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇപ്പോൾ വേദന ഉണ്ടെന്ന് പറഞ്ഞ ആ നിമിഷം തൊട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ചെയ്തിട്ടില്ല. നിർത്തേണ്ട സ്റ്റേഷനിൽ എത്തനേക്കാൾ മുൻപ് തന്നെ ആംബുലൻസ്, ഓക്സിജനുള്ള ആംബുലൻസ് അവർക്ക് വിളിച്ചു നിർത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവർ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീജിത്തിൻ്റെ ചേട്ടനാണ് ഇവൻ ശ്രീജേഷ്. ഇപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ അധികാരികളുടെ പേരിൽ കേസ് എടുക്കാനായിട്ട് അപേക്ഷ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് അദ്ദേഹത്തിന് നിവേദനം കൊടുത്ത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ തൃശൂർ റെയിൽവേ SHOയോട് SPP ഷാഹിൻ ഷാ നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് ട്രെയിനിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ട യുവാവിനെ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിക്കുകയും ചെയ്ത. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന പാലക്കാട് ജില്ല ക്ഷീരവികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ N. ബിന്ദു. ജില്ലയിൽ പ്രതിദിനം 15,46,940 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. ഒക്ടോബർ 9, 10 തീയതികളിൽ തേങ്കുറിശ്ശിയിൽ നടക്കാനിരിക്കുന്ന ജില്ലാ ക്ഷീര കർഷക സംഗമവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട് ജില്ലയിൽ പ്രതിദിനം
15,46,940 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 25,439 ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന 3,09,388 ലിറ്റർ പാൽ ക്ഷീരസംഘങ്ങൾ വഴി ശേഖരിക്കുന്നുണ്ട്. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം, ഡയറി എക്സ്പോ, സെമിനാർ, എക്സിബിഷൻ, ജീവനക്ഷേമം, സാംസ്കാരിക ഘോഷയാത്ര എന്നിവ സംഘടിപ്പിക്കും. ജില്ലയിൽ മികച്ച പരിപാലനം നടത്തി കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച പുരുഷ വനിതാ കർഷകർ, SC കർഷകർ, യുവ കർഷകരെ ചടങ്ങിൽ ആദരിക്കും. പശുപരിപാലനത്തിന് നാട്ടുവഴികൾ കൈമാറാൻ ക്ഷീര കർഷക സംഗമം ഉപകരിക്കും. പെരുവെമ്പ ക്ഷീരസംഘമാണ് ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന് ആതിഥേയത്വം വഹിക്കുന്നതെന്നും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ N. ബിന്ദു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയാണ് പാലക്കാട്. കൊല്ലങ്കോട് ബ്ലോക്കാണ് ആതിഥേയത്വം വഹിക്കുന്നത്. കൊല്ലങ്കോട് ബ്ലോക്ക് എന്ന് പറയുന്നത് 2ാം സ്ഥാനം നിൽക്കുന്ന ഒരു ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ഷീര കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്. കാരണം ക്ഷീര കർഷകർ വിവിധ അവർക്ക് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ, അതുപോലെ സെമിനാർ, ഡയറി എക്സ്പോ, അപ്പോൾ നല്ലൊരു കൂട്ടായ്മയും അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും വകുപ്പ് മുഖേനയും ബാക്കി ഇതര ഏജൻസികളും ക്ഷീരസംഘങ്ങളും ജില്ലയിലെ എല്ലാ സഹകരണ സംഘങ്ങളും സഹകരിച്ച് ചെയ്യും. മിൽമ, കേരള ഫീഡ്സ്, അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മൾ ഈ പരിപാടി നടത്തുകയാണ്. വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ V. ശ്രീജ, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ബാബുരാജ്, KA ഹരിദാസ്, ജയറാം ഇപ്പൻകാട് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് ചെറുതുരുത്തിയിൽ തുടക്കം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം P. സാബിറ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് LP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് മേള. വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം 2025-26 ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെൻറ് LP സ്കൂളുമായാണ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന മേളയ്ക്ക് ബുധനാഴ്ച തുടക്കം കുറിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം P. സാബിറ ഉദ്ഘാടനം ചെയ്തു. അതിനോടൊപ്പം തന്നെ അവർക്കതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ തീർച്ചയായിട്ടും അധ്യാപകരുടെ ഭാഗത്തു നിന്ന് മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം അവർക്ക് വലിയ ഒരു പ്രോത്സാഹനമാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പ്രവർത്തനങ്ങളെല്ലാം അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് ജില്ലാ തലത്തിലും സബ് ജില്ലാ തലത്തിൽ നിന്നും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലേക്കും ഉയർത്തുവാനും അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുവാനും അത്തരത്തിലൊരു മത്സരത്തിലൂടെയാണ് നമ്മുടെ വിദ്യാലയം 100ഓളം വരുന്ന വിദ്യാലയങ്ങളിലാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ നമ്മുടെ കലോത്സവത്തിൻ്റെ സംഘാടക സമിതി ഓഫീസ് നമ്മുടെ വരവൂരാണ് ഇത്തവണ നടക്കുന്നത് കലോത്സവം. ചടങ്ങിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA നൌഫൽ, താജ്നിസ, MM മുഹമ്മദ് ഹനീഫ, KG സുരേഷ് ബാബു, K പ്രമോദ്, വിപിൻ, P ജോസഫ്, പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു, CK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി AEO ഷീജ കുനിയിൽ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ M പ്രീതി നന്ദിയും പറഞ്ഞു. 100-ൽ പരം വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ലധികം വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിനത്തിൽ ഡ്രോയിങ് മത്സരവും മണ്ണുകൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മത്സരങ്ങളുമാണ് പല വേദികളിലായി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൂ എറിഞ്ഞ അഭിഭാഷകന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരിയിൽ അഭിഭാഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരിയിലും പ്രതിഷേധ പരിപാടി ഒരുക്കിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിഞ്ഞ അഭിഭാഷകന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വടക്കാഞ്ചേരിയിൽ അഭിഭാഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വടക്കാഞ്ചേരിയിലും പ്രതിഷേധമുണ്ടായത്. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പ്രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുതാൻ പറ്റുന്ന ന്യായാധിപന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി ആകണം ഈ കോടതികൾ എന്ന തരത്തിലാണ് ഈ വലതുപക്ഷ ഫാസിസ്റ്റ് ശക്തികൾ അത് പ്രകടിപ്പിക്കുന്നത്. തങ്ങൾക്ക് ആവശ്യമുള്ള തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പേന ചലിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ ജഡ്ജിമാരാക്കുകയും അതിനുവേണ്ടി നിലവിലുള്ള സുപ്രീം കോടതി ജഡ്ജിയുടെ അനന്തരവനെ അടക്കം ഒരു മാനദണ്ഡവുമില്ലാതെ ഹൈക്കോടതി ജഡ്ജിയാക്കി നിയമനം കൊടുക്കുകയും അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൊണ്ട് തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നയാളെ സുപ്രീം കോടതി ജഡ്ജിയാക്കാൻ വേണ്ടി ഈ വലതുപക്ഷ ഭരണകൂടത്തിന് കഴിഞ്ഞിരിക്കുന്നു. അഡ്വക്കേറ്റ് മനോജ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ഗ്രന്ഥശാല പ്രവർത്തകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന PK സുധാകരൻ്റെ സ്മരണയ്ക്കായി ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ആതിരയുടെ മീനെ മീൻ മരണമേ എന്ന കവിതാ സമാഹാരം അർഹമായതായി ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒക്ടോബർ 25-ന് ഒറ്റപ്പാലത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. പുരസ്കാര സമർപ്പണം ഒക്ടോബർ 25-ന് ഒറ്റപ്പാലത്ത് നടക്കും. സാഹിത്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു PK സുധാകരൻ്റേത്. യാത്രകളോട് ഇഷ്ടപ്പെട്ടിരുന്ന സുധാകരൻ്റെ സ്മരണാർത്ഥം ആദ്യ പുരസ്കാരം നൽകിയത് യാത്രാ വിവരണത്തിനായിരുന്നു. രണ്ടാമത്തെ പുരസ്കാരമാണ് കവിതാ സമാഹാരത്തിന് നൽകുന്നത്. സ്ത്രീപക്ഷത്തെ നിലയുറപ്പിച്ച് ബിംബങ്ങളെയും യുക്തികളെയും ബോധങ്ങളെയും സമകാലികമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ആതിരയുടെ പ്രത്യേകതയെന്ന് ജൂറി അംഗം ഡോക്ടർ EM സൂരജ പറഞ്ഞു. 10,001 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാഷ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട വിഷയമായിരുന്ന യാത്രാ വിവരണത്തിനായിരുന്നു അവാർഡ്. ഈ വർഷം അത് കവിതയ്ക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഇത് 25-ാം തീയതി ഒറ്റപ്പാലത്ത് വെച്ച് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ലൈബ്രറി കൗൺസിൽ അംഗം E ചന്ദ്രബാബു, ജോയിന്റ് സെക്രട്ടറി C വിജയൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര പഞ്ചായത്തിലെ കല്ലൂർ തേനൂർ കോങ്ങാട് കനാൽ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. നവീകരണത്തിനായി നീക്കിവെച്ച ഫണ്ട് മറ്റൊരു റോഡ് നിർമ്മാണത്തിലേക്ക് വകമാറ്റി പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും BJP പ്രവർത്തകർ കുറ്റപ്പെടുത്തി. പാതയുടെ തകർച്ചയ്ക്ക് പരിഹാരം ഉടൻ കണ്ടെത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് BJP നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. മങ്കര പഞ്ചായത്തിലെ 1-2 വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലൂർ തേനൂർ കോങ്ങാട് കനൽ റോഡിൻ്റെ തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് പ്രദേശത്തെ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. 1 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കനാൽ റോഡ് 3 വർഷമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കാൽനടയാത്ര പോലും ദുരിതത്തിലാണ്. നിരവധി സ്കൂൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണിത്. വർഷങ്ങളായി തകർന്നിട്ടും അധികാരികൾ നടപടിയെടുക്കുന്നില്ല. ജനങ്ങളും വാഹനയാത്രക്കാരും ഏറെ പ്രയാസത്തിലാണ്. നവീകരണത്തിനായി വെച്ച ഫണ്ട് മറ്റൊരു റോഡിലേക്ക് നൽകി ആ റോഡ് പണി പൂർത്തീകരിച്ചതായും BJPക്കാർ ആരോപിച്ചു. പ്രതിഷേധ പരിപാടി OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുഭാഷ് മങ്കര ഉദ്ഘാടനം ചെയ്തു. കല്ലൂരിനെയും തേനൂരിനെയും അതുപോലെ തന്നെ കോങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ഈ മുച്ചേരി റോഡിലേക്ക് പോകുന്ന ഈ കനാൽ റോഡ് വളരെ ദുഷ്കരമായിട്ടുള്ള യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ റോഡ് ഒരു പ്രധാനപ്പെട്ട ഈ 2 സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡായതുകൊണ്ട് ഈ റോഡിലൂടെ ഒരു ദിവസം മിനിമം 17-18 സ്കൂൾ വാഹനങ്ങൾ തന്നെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പ്രദേശങ്ങളിലേക്ക് പോകാൻ ഈ റോഡ് മാത്രമാണ് ആശ്രയം. ഈ റോഡിൻ്റെ സാഹചര്യം മങ്കര പഞ്ചായത്തിൽ നിരവധി തവണ ഉന്നയിച്ചെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞത് മങ്കര പഞ്ചായത്തിലെ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ഇപ്പോൾ പഞ്ചായത്ത് ഭരണം ഭരിക്കുന്ന ആ പാർട്ടിയുടെ ആളുകൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഈ റോഡ് ശരിയാക്കുവാൻ കിട്ടിയിട്ടുള്ള ആ ഫണ്ട് അടുത്ത റോഡിലേക്ക് വകമാറ്റി കോൺട്രാക്ട് ചെയ്യിച്ചു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി മങ്കര പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും ഇതിന് ശക്തമായ പ്രതികരണം ഉണ്ടാവും. കാരണം ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മാത്രമല്ല പ്രായമായ ആൾക്കാർക്കും രോഗികളായിട്ടുള്ള ആളുകൾക്കും ഈ റോഡിലൂടെ നിരവധി ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ അത്രയും ദുഷ്കരമായ വാഹനങ്ങൾ മറിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഈ റോഡിൽ ഉള്ളത്. അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി ഗതാഗത യോഗ്യമാക്കി ഈ ജനങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള നല്ല സൗകര്യം ഉണ്ടാക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ മാങ്കുറിശി അധ്യക്ഷനായി. ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ശബരി കല്ലൂർ, PA രാമൻ, PK കൃഷ്ണദാസ്, NC കണ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. പ്രശ്നത്തിന് ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴാണ് K കൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന കാര്യം ജനങ്ങൾ ഓർക്കുന്നതെന്ന് KPCC വക്താവ് റിജിൽ മാക്കുറ്റി. മന്ത്രിമാർ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നിലവിൽ മന്ത്രിമാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ടെ DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷായാത്രയുടെ 6ാം ദിന പരിപാടി സമാപന സമ്മേളനം ഉദ്ഘാടനം
സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴാണ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന കാര്യം ജനങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് KPCC വക്താവ് റജിൽ മാക്കുറ്റി വിമർശിച്ചു. മന്ത്രിമാർ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നിലവിൽ മന്ത്രിമാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ വഞ്ചനാക്കൂട്ടത്തെ തിരിച്ചറിഞ്ഞ് ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് ഉയർത്തുമെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കൽ സംസ്ഥാനത്തെ സാധാരണ ജനതയെ കടുത്ത ബാധ്യതയിലാണ് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിനകത്ത് 100 സീറ്റോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് വരുമ്പോൾ ആ പോരാട്ടത്തിനകത്ത് ചിറ്റൂരിൽ നിന്ന് MLA ആയി ഐക്യജനാധിപത്യ മുന്നണി MLA ഈ നാട്ടിനകത്ത് ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലെമ്പാടും ഉണ്ടാകാൻ പോവുക നിങ്ങളുടെ തകർച്ചയാണ്. ഭരിച്ചു മുടിച്ച് നിങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. 100 സീറ്റിനകത്ത് അധികാരത്തിലേറിയവർ നിങ്ങൾ പറഞ്ഞു ഞങ്ങള് ജാഥ നടത്തിയല്ലേ, പിണറായി വിജയന്റെ ജാഥ ഉണ്ടായിരുന്നല്ലോ. എന്താ ജാഥ? നവകേരള യാഥ അല്ലേ? നവകേരള യാഥ എന്ന് പറഞ്ഞ് കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒരു ആഡംബര ബസ്സിൽ പിണറായി വിജയനും കൂട്ടാളികളും കുറെ കുഷ്മാണ്ടന്മാരായി എട്ടിലും കൊട്ടും തിരിയാതെ കുറെ മന്ത്രിമാരുണ്ട്. ആർക്കെങ്കിലും അറിയടോ ഈ നാട്ടിലെ മന്ത്രിമാരെ കുറിച്ച്? DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശരക്ഷാ യാത്രയുടെ 6ാം ദിവസ പര്യടനത്തിൻ്റെ സമാപന സമ്മേളനം വണ്ടിത്താവളത്ത് വെച്ച് നടന്നു. സെയ്ദ് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് S. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പട്ടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PS. ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി ഹരിദാസ്, R. സദാനന്ദൻ, P. രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കര റിക്രിയേഷൻ ക്ലബ്ബിൽ പണം വെച്ച് ചീട്ട് കളിച്ച 11 അംഗ സംഘത്തെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. ഇവരിൽ നിന്നും 2,15,000 രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ചീട്ടുകളി സംഘത്തെ പോലീസ് പിടികൂടിയത്. മുള്ളൂർക്കര റിക്രിയേഷൻ ക്ലബ്ബിൽ പണം വെച്ച് ചീട്ട് കളിച്ച 11 അംഗ സംഘത്തെയാണ് വടക്കാഞ്ചേരി പോലീസ് പരിശോധനയിൽ പിടികൂടിയത്. സംഘത്തിൽ നിന്നും 2,15,000 രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വടക്കാഞ്ചേരി പോലീസും കമ്മീഷണറുടെ സാഗോക് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സാഫല്യമണയാതെ സാഫല്യം പദ്ധതി. ഗുണഭോക്തൃ വിഹിതം വാങ്ങി ആരംഭിച്ച പദ്ധതി ദശാബ്ദം പിന്നിട്ടിട്ടും ശൈശാവസ്ഥയിൽ തന്നെ. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലാണ് ഈ ദുരവസ്ഥ. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഭരണപക്ഷം തയ്യാറാകാത്ത സാഹചര്യം വരുമ്പോൾ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് UDF ഭരിക്കുന്ന 2010-15 ഭരണസമിതി കാലഘട്ടത്തിലാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തി 24 ഭവനങ്ങൾ ഉൾക്കൊള്ളുന്ന ഭവന സമുച്ചയ നിർമ്മാണം ആരംഭിച്ചത്. തുടർന്ന് ഭരണത്തിൽ വന്ന LDF ഭരണസമിതി തുടർ പ്രവർത്തനങ്ങൾ നടത്താതെ വന്നപ്പോൾ അർഹരായവർക്ക് നഷ്ടമായത് ഒരു സുരക്ഷിത ഭവനമാണ്. 12 വർഷക്കാലം പൂർത്തിയായ സാഫല്യം പദ്ധതിയിലെ ഭവന സമുച്ചയങ്ങൾ ഇന്ന് സാമൂഹ്യവിരുദ്ധ കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. നിർധനരുടെ ഭവന സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയ ഇടത് വലത് മുന്നണികൾ ഗുണഭോക്താക്കളോട് എന്തു മറുപടി നൽകുമെന്ന ചോദ്യവുമായി BJP ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശ് രംഗത്തു വന്നു. സമയബന്ധിതമായി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഭരണനേതൃത്വം തയ്യാറാകാത്ത പക്ഷം പൊതുജനങ്ങളെ അണിനിരത്തി സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് മുന്നറിയിപ്പ് നൽകി. ഏകദേശം 12 കൊല്ലം മുന്നേ തന്നെ UDFന്റെ ഭരണകാലത്ത് 24ഓളം ഭവനരഹിതരിൽ നിന്ന് പണം വാങ്ങി അവർക്ക് വീട് കൊടുക്കാമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഇന്ന് ഈ പദ്ധതി പ്രകാരം ഇന്നേ വരെ ഒരാൾക്ക് പോലും ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് ഭവന പദ്ധതി പൂർത്തിയാക്കാനോ, അതേപോലെ തന്നെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ കെട്ടിടം കിടക്കുന്നത്. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒളിത്താവളമായിട്ടും അതേപോലെ തന്നെ ക്ഷുദ്രജീവികളും മറ്റും ഇവിടെ കിടക്കുന്ന ഒരു സ്ഥലമായിട്ട്, ഇതിനകത്ത് വവ്വാലുകളും മറ്റും പറക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇതിനകത്ത് ചെയ്തിരുന്ന പല കാര്യങ്ങളും കളവ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വയറിങ് ചെയ്തതാണ്. ആ വയറിങ്, അതുപോലെ തന്നെ പ്ലംബിംഗ് സാധനങ്ങൾ, ഇതെല്ലാം കളവ് പോയിട്ടുണ്ട്. അതിനുശേഷം വന്ന 10 വർഷമായി ഇവിടെ ഭരിച്ചിരുന്ന CPM ഭരണസമിതിക്ക് ഈ ഒരു കെട്ടിടത്തിനകത്തേക്ക് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കാനോ, അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഭവനങ്ങൾ കൊടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട ജനങ്ങളുടെ വിയർപ്പിൻ്റെ അംശമാണ് ഈ ഒരു ബിൽഡിങ്ങിൽ അവശേഷിച്ചിരിക്കുന്നത്. ഇന്ന് ജനകീയ സദസ്സ്, വികസന സദസ്സ് എന്ന പേരിൽ നാടുനീളെ പ്രചരണ പരിപാടികൾ നടത്തുമ്പോൾ ഇതൊന്നും കാണാതെ പോകാൻ കഴിയുകയില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
മണ്ണൂരിൽ കളിക്കളത്തിനായി കാത്തിരിപ്പ് തുടരുന്നു. 1 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന മണ്ണൂരിലെ കളിക്കളം തുടർ പ്രവൃത്തികളൊന്നും നടത്താതെ കാടുമൂടി നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. എത്രയും വേഗം പ്രവൃത്തികൾ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. കഴിഞ്ഞ 1.5 വർഷം മുൻപാണ് കളിക്കളത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം കഴിഞ്ഞത്. എന്നാൽ തുടർന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടും തുടർ പ്രവർത്തനങ്ങളൊന്നും നടത്താതെ കളിക്കളം കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. 1 കോടിക്ക് പുറമെ ആദ്യഘട്ടത്തിൽ 40 ലക്ഷത്തോളം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പ്രവൃത്തികൾ തുടങ്ങിയത്. എന്നാൽ പ്രവൃത്തികൾ തുടങ്ങിവെച്ചതോടെ പിന്നീട് ഇന്നുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മണ്ണൂരിൽ സ്വന്തമായി കളിക്കളമില്ലാതെ കളിപ്രേമികൾ ഏറെ വിഷമത്തിലായിരുന്നു. സ്വകാര്യ കളിസ്ഥലങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇതിനൊരു പരിഹാരമെന്നോണമാണ് 5-ാം വാർഡിൽ താഴത്തെ വീടിന് സമീപം പഞ്ചായത്ത് 1 ഏക്കറോളം വരുന്ന സ്ഥലം കണ്ടെത്തിയത്. കളിക്കളത്തിനായി 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കളിക്കളത്തിന്റെ തുടർപ്രവൃത്തികൾ മാത്രം തുടങ്ങിയില്ല. കളിക്കളം നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് നിർമ്മാണ ഉദ്ഘാടനം ഒരിക്കൽ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് വീണ്ടും ഒരു നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ മണ്ണൂരിൽ പഞ്ചായത്തിലെ കളിക്കളത്തിൻ്റെ ദുരവസ്ഥയാണ് ഈ കാണുന്നത്. വെറും പ്രഹസനമായി, വെറും വാക്കുകളിലൊതുങ്ങി ഈ കളിക്കളം യാഥാർത്ഥ്യമാവാതെ പോവുകയാണ്. ഈ കളിക്കളം ഓരോ സമയം നമ്മൾ പറയുമ്പോഴും അവർ അത്ര ഫണ്ട് വെച്ചു, ഇത്ര വെച്ചു എന്ന് പറയുകയല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. 23-24 കാലഘട്ടത്തിൽ MLA 2 കോടി വെച്ചു എന്ന് പറഞ്ഞ് പത്രങ്ങളിലും നമ്മളടക്കം സ്വാഗതം ചെയ്തതാണ്. അതിനുശേഷം 24-25 വീണ്ടും 1 കോടി വെച്ചു എന്ന് പറഞ്ഞ് അതും കൊട്ടിഘോഷിച്ചതാണ്. അതിനെയും ഇവിടെയുള്ള യുവാക്കളും അതുപോലുള്ള എല്ലാ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായും സ്വാഗതം ചെയ്തതാണ്. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ച് 35 ലക്ഷം രൂപ സൈഡ് കെട്ടാൻ വെച്ചു എന്ന് പറയാൻ തുടങ്ങി 2 വർഷമായി. അതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പഞ്ചായത്ത് ഭരണാധികാരികൾ അടക്കം വന്ന് എല്ലാവരും വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഇന്നും ഒന്നുമില്ലാതെ ഈ കാട് മൂടിക്കെട്ടിയ ഈ അവസ്ഥ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേളശ്ശേരി പഞ്ചായത്തിലെ ഭിന്നശേഷി കലാമേള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ മേള ഉദ്ഘാടനം ചെയ്തു. കേളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലാമേള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ചെയ്യുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 63 ലക്ഷം ആളുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സമയബന്ധിതമായി കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാരുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. നമ്മുടെ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട്, ഞാനത് അങ്ങനെ പറയാൻ കാരണം പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വളരെ നല്ലതായി ICDSന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒക്കെ നല്ല പിൻബലത്തോടുകൂടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഷീബ സുനിൽ അധ്യക്ഷയായിരുന്നു. ICDS സൂപ്പർവൈസർ പ്രജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, സ്ഥിരം സമിതി അംഗങ്ങളായ OK രാമേന്ദ്രൻ, B. ഷാജിദ, M. രമാമുരളി, ബ്ലോക്ക് മെമ്പർമാരായ A. രജനി, B. നന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാജിക് ഷോയും കുട്ടികളുടെ കലാപരിപാടികളും അംഗൻവാടി ജീവനക്കാരുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള സ്നേഹസമ്മാനം പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അഖിലേന്ത്യാ ജനാധിപത്യമേള അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം ചെറുതുരുത്തിയിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി സുന്ദരം ഓഡിറ്റോറിയത്തിലെ ഭാഗ്യലക്ഷ്മി അമ്മ നഗറിൽ വെച്ചാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവയോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി നമ്മുടെ റിപ്പോർട്ടിൽ ഒക്കെ തന്നെ സർവദേശീയ രംഗത്തും ദേശീയ രംഗത്തും സംസ്ഥാന രംഗത്തും ഒക്കെ തന്നെയുള്ള കാര്യങ്ങൾ കൃത്യമായി അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് പറയാൻ ഞാൻ സമയം എടുക്കുകയാണ്, വളരെ കുറച്ച് മാത്രം. അപ്പോൾ ഇന്ന് നമ്മുടെ ലോകം നമുക്കറിയാം ഇത്രയും ദുരന്തപൂർണമായ അല്ലേ, യുദ്ധം കൊണ്ടും പലായനം കൊണ്ടും പട്ടിണി കൊണ്ടും അതുപോലെ തന്നെ പട്ടിണി മൂലം മരിക്കുന്നവരുടെ എണ്ണമൊക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു. വരവൂർ, മുള്ളൂർക്കര, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, ദേശമംഗലം എന്നീ 5 പഞ്ചായത്തുകളിലെ
വനിതകളാണ് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത. പ്രേമകുമാരി അധ്യക്ഷയായി. സെക്രട്ടറി പി നിർമ്മലാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി നഫീസ, വി തങ്കമ്മ, കെ കെ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആംബുലൻസ് കിട്ടാൻ വൈകിയതിനെ തുടർന്ന് ആദിവാസി യുവാവ് മുളങ്കുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ച സംഭവം. വിശദമായ അന്വേഷണം ആരംഭിച്ച് തൃശൂർ റെയിൽവേ പോലീസ്. റെയിൽവേക്കെതിരെ ഗുരുതര ആരോപണവുമായി മരണപ്പെട്ട ശ്രീജിത്തിന്റെ കുടുംബം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന പാലക്കാട് ജില്ല ക്ഷീരവികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ എൻ ബിന്ദു. ജില്ലയിൽ പ്രതിദിനം 15,46,940 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ. പാലക്കാട് ജില്ലാ ക്ഷീരകർഷക സംഗമം ഒക്ടോബർ 9-10 തീയതികളിൽ തേങ്കുറിശ്ശിയിൽ നടക്കും. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴാണ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന കാര്യം ജനങ്ങൾ ഓർക്കുന്നതെന്ന് KPCC വക്താവ് റിജിൽ മാക്കുറ്റി. മന്ത്രിമാർ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നിലവിൽ മന്ത്രിമാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നെന്നും പരിഹാസം. പാലക്കാട് DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷായാത്ര തുടരുന്നു. ഉള്ളൂർക്കരയിൽ പണം വെച്ച് ചീട്ട് കളിച്ച സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. സംഘത്തിന്റെ പക്കൽ നിന്നും 2,15,000 രൂപയും പിടിച്ചെടുത്തു. പോലീസ് പരിശോധന സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. മങ്കര പഞ്ചായത്തിലെ കല്ലൂർ തേനൂർ കോങ്ങാട് കനാൽ റോഡിന്റെ തകർച്ചയ്ക്കെതിരെ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. നവീകരണത്തിനായി നീക്കിവച്ച ഫണ്ട് മറ്റൊരു റോഡ് നിർമ്മാണത്തിലേക്ക് വകമാറ്റി പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും ആരോപണം. പാതയുടെ തകർച്ചയ്ക്ക് പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് BJPയുടെ മുന്നറിയിപ്പ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.